ക്ഷമ പോലീസുകാർ കേരളത്തിൽ ഭയങ്കരമായിട്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്, അപമാനിക്കപ്പെടുന്നുണ്ട്, ആത്മഹത്യയിലേക്ക് അവർ പലരും ചെന്ന് വീഴുന്നുണ്ട്. ഇത് വളരെ വലിയൊരു അല്ല എന്നാണ് നമ്മുടെ കേരളീയ സമൂഹം. അതായത് കേരളീയ സമൂഹത്തിന് ഇത് വളരെ വലിയ വാർത്തയല്ല. കാരണം ഇത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്ത വല്ലപ്പോഴും ഒരിക്കൽ കണ്ടാൽ വലിയ വാർത്തയാവും. പക്ഷേ ഈ വാർത്ത നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ വാർത്ത ഇപ്പോൾ നമുക്ക് യൂസ്ഡായി. അപ്പോൾ ഇന്നും സമാനമായ രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പാണ് ഇതിനൊക്കെ എന്ത് ചെയ്യേണ്ടത്, സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. പക്ഷേ ആ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി കൂടെയായിട്ടുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ പോലും പോലീസുകാർക്ക് യാതൊരു വിധ നിവൃത്തിയുമില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പോലീസുകാർക്ക്, മുഖ്യമന്ത്രിക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് ശുചിമുറി സൗകര്യം പോലും ചെയ്തു കൊടുക്കുന്നില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം ആഭ്യന്തരമന്ത്രിയാണ്, മുഖ്യമന്ത്രി കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പോലീസുകാർക്ക് ഈ ഗതികേടാണെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന പോലീസുകാരുടെ കാര്യം നമുക്ക് പറയുകയേ വേണ്ട. എന്ത് തോന്നുന്നു? നമുക്കിവിടെ ഈ ചർച്ച നമ്മൾ ആരംഭിക്കുമ്പോൾ ഒരു പോലീസുകാരൻ്റെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഒരു ഭാഗം വായിക്കാം. ഇത് ജോബി ദാസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. കളമശ്ശേരി ആംഡ് റിസർവ് പോലീസ് ക്യാമ്പിലെ ഡ്രൈവറായിരുന്നു ജോബി ദാസ്. ജോബി ദാസിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം മക്കളോടാണ്. 2 മക്കൾ. അപ്പോൾ അപ്പുവും അമലുവും വിഷമിക്കേണ്ട, നന്നായി പഠിക്കുക, പോലീസ് ഒഴികെയുള്ള ഏത് തൊഴിലും സ്വീകരിക്കണം, നിങ്ങളുടെ അമ്മയെ പരിപാലിക്കുക, മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെയും എൻ്റെ മൃതശരീരം കാണിക്കരുത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരൻ അഷ്റഫ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണെന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. 12 ഇൻക്രിമെൻറ്റുകൾ ഈ അഷ്റഫ് ഇടപെട്ട് തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് പേരുമായിട്ടൊക്കെ ഇപ്പോൾ കുറച്ച് മാധ്യമപ്രവർത്തകർ ഈ ജോബിദാസിൻ്റെ കഥ അന്വേഷിച്ച് കുറച്ച് മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ മറുപടി അതിനകത്ത് ഇപ്പോൾ പലരും ഡ്യൂട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവരെ ഫോൺ ചെയ്യാൻ പറ്റില്ല. മെസ്സേജ് വഴിയാണ് നമുക്ക് പലരോടും ലൈവിൽ നിൽക്കുകയാണ് പലരും. ഇപ്പം അത് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരെ ചിലരെ കൂടെ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അന്ന് ഈ വിഷയം അന്നത്തെ ഉന്നത ഉദ്യോഗസ്ഥനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഈ ജോബി ദാസ് ഒരു മദ്യപാനിയാണ്. ഈ മരണവിവരം അന്വേഷിക്കാൻ വേണ്ടി ആത്മഹത്യാക്കുറിപ്പിൻ്റെ വിവരം അറിഞ്ഞ ശേഷം ഇത് ചോദിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടി ജോബി ദാസ് ഒരു മദ്യപാനിയാണ്, അദ്ദേഹം ഏൽപ്പിച്ച ചുമതലയിലെല്ലാം പരാജയപ്പെട്ട ആളാണ്. എന്ത് ചുമതലയാണ് ഏൽപ്പിക്കുക? ഡ്രൈവർക്ക് വാഹനം ഓടിക്കുക. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ എവിടെയും ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായതോ ഒന്നും ഇവിടെ പിടിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ മാമ്പഴം കട്ടുകൊണ്ടുപോയ പോലീസുകാരനുണ്ട്, പച്ച വെളിച്ചം പോലീസുകാരനുണ്ട്, സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതേ ഉള്ളൂ. ഇവിടെ തിരുവനന്തപുരത്ത് വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൃത്രിമം കാട്ടിയ രാജ്യദ്രോഹം ചെയ്ത പോലീസുകാരുണ്ട്. ഗുണ്ടകളുടെ കൂടെ മദ്യസൽക്കാരം നടത്തിയ ഡിവൈഎസ്പി ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി ഉണ്ട്. ഇവിടെ ആഘോഷ പാർട്ടിയിൽ പങ്കെടുത്ത ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു? ഒരു പാവപ്പെട്ട പോലീസ് ഡ്രൈവറുടെ 12 ഇൻക്രിമെന്റുകൾ അഷ്റഫ് എന്ന ഉദ്യോഗസ്ഥൻ ഇടപെട്ടുകൊണ്ട് തടഞ്ഞു വെച്ചുവെന്ന് അദ്ദേഹത്തിന്റെ ഇത് പഴയ വാർത്തയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസുകാരിൽ ഏത് വിഭാഗമാണ് ഇത്തരത്തിൽ മാനസിക സംഘർഷത്തിൽ കൂടുതൽ? നമുക്കറിയാം SI റാങ്കിൽപ്പെട്ട ആൾക്കാരാണോ, CA റാങ്കിൽപ്പെട്ട? ഡിവൈഎസ്പി മുതൽ താഴോട്ട് എല്ലാം ഉണ്ട്. ഡിവൈഎസ്പി മുതൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ മാനസിക സമ്മർദ്ദം ഇവർക്ക് ഏൽപ്പിക്കുക എന്ന് പറയുന്നത്? ഇവർ കൂടുതൽ പേരും ഈ കൈക്കൂലി ഉടായ്പകളിൽ ഇല്ലാത്തവരാണ്. അതായത് ഒരു സ്റ്റേഷൻ ഒന്ന് ഉദ്ദേശിക്കുക, ഒരു സംഘം, ഇപ്പോൾ ഈ ഒരു ഓഫീസിൽ ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കാം. ഈ 10 പേരിൽ 8 പേര് കൈക്കൂലിക്കാരും അഴിമതിക്കാരും ഗുണ്ടകൾക്ക് സേവനം ചെയ്യുന്നവരുമാണെങ്കിൽ ഈ 8 പേരും ടൈപ്പ് ആയിരിക്കും, അവരൊരു ശൃംഖലയായിരിക്കും. ഇതിൽ നിൽക്കാത്ത 2 പേർ ഇവരുടെ ശത്രുക്കളുമായിരിക്കും. ഈ 2 പേരെ കാര്യമായി കൈകാര്യം ചെയ്ത് കളയും. ഇവിടുത്തെ ഒരു SHO ഒരു SIയെ പെടുത്തുവാൻ വേണ്ടിയിട്ട് സെല്ലിൽ കിടന്ന ഗുണ്ടയെ ഇറക്കി വിട്ടിട്ടുണ്ട്. സെല്ല് തുറന്നു കൊടുത്തു. എന്തിനാ? CI, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അതായത് CI ഇൻസ്പെക്ടർ. നേരത്തെ അത് SI ആയിരുന്നു, ഇപ്പോൾ ഈ CIമാരായതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇതിന്റെ കണക്ക് ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിൽ പോയിട്ട് നമുക്ക് കണക്കിലേക്ക് പോകാം. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി CMന്റെ വീട്, CMന്റെ വസതിയിൽ കാവൽ നിൽക്കുന്നത് 4 ഉദ്യോഗസ്ഥരാണ്. അതിൽ 2 ഉദ്യോഗസ്ഥർ SI റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥരും 2 CPOമാരുമാണ് അവിടെ ഡ്യൂട്ടിയിലുള്ളത്. ഈ 2 പേർ 2 വെച്ചാണ് ഇത് ടീം. ഇത് മുഴുവൻ സമയ ഡ്യൂട്ടിയാണ്. അതായത് ഇന്ന് വൈകിട്ട് ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്ന ആൾ നാളെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാം. ഈ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാമെന്ന് പറയുന്നത് പിണറായിയുടെ വീട്ടിന്റെ മുന്നിൽ ഒരു ജീപ്പ് കൊണ്ടിടുക, ജീപ്പാണ് ഇവരുടെ സ്റ്റേഷൻ.
ജീപ്പ് അറിയാൻ മതി, ജീപ്പിൽ കയറി സ്റ്റേഷൻ, അതായത് ഇവർ റെസ്റ്റ് എടുക്കുന്നത് ആ ജീപ്പിനകത്താണ്. ടോയ്ലറ്റ് സൗകര്യമില്ല, കുളിക്കാനാകില്ല. ഈ സമീപത്തെ വീടുകളാണ് ഇവർ ആശ്രയിക്കാറുള്ളത്. പിന്നെ CM-ന്റെ വീട്ടിലെ സെക്യൂരിറ്റി എന്നുള്ള നിലയിൽ തൊട്ടടുത്ത വീട്ടുകാരൊക്കെ ഇവർക്ക് സഹായം നൽകാറുണ്ട്. അതാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞു പോയ മാസങ്ങളിലെ ചൂട് ഒന്നാലോചിച്ച് നോക്കും, ചൂട് അനുഭവിച്ചത് ഒന്നാലോചിച്ച് നോക്കും, എന്തുമാത്രം വലിയ ചൂടാണ്. ഇതൊക്കെ ഉഷ്ണതരംഗമാണ് അനുഭവപ്പെട്ടത്. ഇതൊക്കെ അനുഭവിച്ച ഉദ്യോഗസ്ഥരാണ് അവിടെ ജോലി ചെയ്തത്. ഇതൊക്കെ കൊടും ക്രൂരതയാണ്. ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ സത്യഭാമയുണ്ടല്ലോ, സത്യഭാമ, നമ്മുടെ തമ്പുരാൻ മുക്കിൽ സത്യഭാമയുടെ വീടിന് നേരെ ഭീഷണി ഉണ്ടായപ്പോൾ അവിടെ 2 ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് കിട്ടും. കാര്യം അവിടെ ഭീഷണിയുണ്ട്. ആ ഉദ്യോഗസ്ഥർ ഇരുന്ന ഇരിപ്പ് ആ ഉദ്യോഗസ്ഥരിൽ ഒരു ഉദ്യോഗസ്ഥനെ കസേരയുള്ളൂ. ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നത് അവിടെ തറയിൽ ഒരു കല്ല് കിടപ്പുണ്ട്. ആ കല്ലിലാണ് കയറിയിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഇവരുടെ ഈ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെ കഷ്ടം തോന്നി. കാര്യം ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ സീനിയർ ആയിട്ട് ആ ഉദ്യോഗസ്ഥന് കസേരയുണ്ട്. നമ്മുടെ പ്രേമലൂല് പറയുമല്ലോ, തിങ്കളും ചൊവ്വ ബുധൻ ദിവസങ്ങളെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഇവർ ടോസ് ഇടുമല്ലോ. അപ്പം ഞായറാഴ്ച ആര് കിടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച നമുക്ക് ടോസ് ഇടാമെന്ന് പറയുമല്ലോ. അതുപോലെ സീനിയർ ഉദ്യോഗസ്ഥന് കസേരയും മറ്റേ ഉദ്യോഗസ്ഥന് തറയിലെ കല്ലും. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ഓട പോകുന്നുണ്ട്. ആ ഓടയുടെ പണി തൊട്ടപ്പുറത്ത് നടക്കുകയാണ്. ആ ഓടയുടെ പണിയിൽ നിൽക്കുന്നവർക്ക് അവിടെ നിൽക്കാം, ഈ ഓടയുടെ പണി എടുക്കുന്നവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാര്യം അവർ ഭയങ്കര സ്മെല്ല്, നമുക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഉദ്യോഗസ്ഥർ ഒരു മാസ്കും വെച്ചുകൊണ്ട് അവിടെ കുത്തിയിരിക്കുകയാണ്. അത് ഒരു ചെറിയൊരു മാവുണ്ട്, ആ മാവിൻ്റെ തണലിലാണ് ഇവരവിടെ ഇരിക്കുന്നത്. ആ മാവിൻ്റെ തണലെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചോലയാണുള്ളത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇപ്പോൾ ഈ CM ഒന്ന് ആലോചിച്ചു നോക്കും, മുഖ്യമന്ത്രി എന്ന് പറയുന്ന മനുഷ്യൻ ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലേ, അദ്ദേഹത്തിന് കാഴ്ചയിൽ അദ്ദേഹത്തിന് കണ്ണുവെട്ടം നടക്കുന്ന കാഴ്ചയാണ്. കണ്ണുവെട്ടത്തുണ്ട്. അദ്ദേഹം മാസത്തിൽ ഒരിക്കലെങ്കിലും ആ വസതിയിൽ പോകുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും അദ്ദേഹം പോകുന്നതെന്ന് നമ്മൾ പറയുന്നില്ല. മാസത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ വസതിയിൽ പോകുന്നുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഈ ഉദ്യോഗസ്ഥർ അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്. അയൽവാസികളുടെ വീടുകളിലേക്ക്, അത് നാണക്കേടല്ലേ? മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അയൽവാസിയുടെ വീട്ടുകളിലേക്ക് പോകേണ്ടി വരുന്നത്. ഇത് ഇന്നും ഇന്നലെയും വന്ന പരാതിയല്ല. കണ്ണൂർ പോലീസ് അസോസിയേഷനിൽ നിരന്തരം ഈ പരാതി വന്നിട്ടുണ്ട്. ഈ പരാതി കണ്ണൂർ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ, ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്നിപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ബന്ധപ്പെട്ട SHOമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചേ? ഇത് വലിയ വിഷയമായി. ഇനി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് ഉയർന്നു വരും. ഇനി പിണറായി വിജയൻ്റെ വലിയൊരു ഗുണം ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ UA ലത്തീഫ്, K ബാബു, സജീവ് ജോസഫ് ഇവരെല്ലാം ഇത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചു. നിയമസഭാ സമ്മേളനത്തിൽ ഈ MLA-മാരൊക്കെ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അതിന് ഇദ്ദേഹം, അതായത് പോലീസിലെ ആത്മഹത്യയെക്കുറിച്ചുള്ള ചോദ്യത്തിന്, മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറായില്ല. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ ഡ്യൂട്ടി പോലീസിൽ നടപ്പാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവർക്ക് ഇതിനുള്ള ഒരു റെമഡി എന്താണ്? അങ്ങനെ സാധിക്കില്ലെങ്കിൽ നമുക്കും അറിയാം, 8 മണിക്കൂർ ഡ്യൂട്ടി പോലീസിനെ നടപ്പാക്കാൻ സാധിക്കില്ല. കാരണം പോലീസുകാർക്ക് എപ്പോൾ എന്തൊക്കെ പണിയാണ് വരുന്നത്, നമ്മൾ ഈ മീഡിയാസിനെ പോലെയാണ്. അതുകൊണ്ട് സാധിക്കില്ല. അപ്പൊ ആ പോലീസുകാരെ എങ്ങനെ അത് കോപ്പ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് അതിനൊരു പിന്നെ പകരമുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ നമ്മളിവിടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ശ്രദ്ധിച്ചിട്ടില്ലേ? പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അവിടെ കാവൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയം 3 മണിക്കൂറാണ്. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഷഫ്ലിംഗ് ഉണ്ട്. അവരെ അവിടെ നിന്ന് ഷഫിൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. അത്ര ആൾക്കാരുണ്ട്. കേരള പോലീസിൽ 118 ഉദ്യോഗസ്ഥർ ജോലി ചെയ്യേണ്ട ജോലി 44 ഉദ്യോഗസ്ഥരാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? നിയമനങ്ങൾ കാര്യമായി നടക്കുന്നില്ല. ഇവിടെ ധനുഷ് കണ്ടതല്ലേ, കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് ഇവിടുത്തെ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം കിടന്നു, മണ്ണ് വാരി തിന്നു, തറയിൽ ഉരുണ്ടു. അവർ രാത്രിയിലെല്ലാം അവിടെ സമരം വരുന്നു. അവിടുത്തെ കൊതുകടി അറിയാം. അവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അവസാന നിമിഷം വരെയും അവർ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടുകൂടി അവരുടെ പ്രതീക്ഷ അസ്തമിച്ചു. പിന്നീട് റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് വരെ അവർ അവിടെ സമരം ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷവും ഇത് ചെയ്തു. ഇതിനു മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ CPO ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി 7 പേര് സമരം ചെയ്തു. 7 പേര് സമരം ചെയ്തതിൽ വളരെ ഭീകരമായിട്ടുള്ള സമരമായിരുന്നു. 7 പേരെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രഗിൾ ചെയ്തു അവരവിടെ കിടന്ന്. അതിലൊരു ഉദ്യോഗാർത്ഥി എന്ത് ചെയ്തു അറിയാമോ? അവസാനം ഗതി കെട്ടിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ വേലി കടന്നുകൊണ്ട് മരത്തിന് മുകളിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ആ ഉദ്യോഗാർത്ഥിക്ക് മാത്രം ജോലി നൽകിയില്ല, ബാക്കി 6 പേർക്ക് ജോലി നൽകി. ഈ സർക്കാർ പ്രതികാരം വീട്ടി, ആ ഉദ്യോഗാർത്ഥിയോട് പ്രതികാരം വീട്ടി. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയാം? ഇതുപോലെ സമരം ചെയ്തു വേറെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരം ചെയ്തു. അവരോട് എന്താണെന്നറിയാമോ? രാത്രി 11 മണി സമയമായപ്പോഴത്തേക്ക് പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. 11 മണിക്ക്, അതായത് അന്നേ ദിവസം കഴിയാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. എവിടെ പോയി ഒരു ജോയിൻ ചെയ്യും? 11 മണിക്ക് ഉത്തരവ് ഇറക്കി കൊടുത്തു, ഇന്ന് തന്നെ ജോയിൻ ചെയ്യണമെന്ന്.
വലിയ തട്ടിപ്പാണ് നടത്തിയത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ തട്ടിപ്പ്? പോലീസിൽ ആളില്ലെങ്കിൽ പോലീസിനെ എടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ, ആളെ എടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഇവർ ആർക്ക് വേണ്ടി ഈ തട്ടിപ്പ് നടത്തുന്നു? ഇവർക്ക് കയ്യിൽ പൈസ ഇല്ല, ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ശമ്പളം എടുത്ത് എവിടുന്ന് എടുത്ത് കൊടുക്കും ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. ഇവിടെ നടത്താൻ പോകുന്ന പദ്ധതികളെല്ലാം പകുതിയിൽ നിർത്താൻ പോവുകയാണ്. പോട്ടെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ 5 വർഷത്തെ പോലീസിന്റെ കണക്ക് ഞാനിപ്പോൾ പോലീസ് അസോസിയേഷനിൽ എടുത്ത് കണക്ക് പറഞ്ഞുതരാം. 5 വർഷത്തിനിടെ 4128 പേർ തിരുവനന്തപുരത്തെ കൗൺസിലിംഗ് സെന്ററിൽ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് അഭയം തേടി. 4118 പേരാണ് അഭയം തേടിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ മരണപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം എത്ര എന്നറിയുമോ? 88 പേർ. ധനുഷിന് ഓർമ്മയുണ്ട്, ഇവിടുത്തെ വയനാട്ടിലുള്ള ഒരു SHO ഒളിച്ചോടി പൊക്കളഞ്ഞു. വനിതാ ഉദ്യോഗസ്ഥ ഒളിച്ചോടിപ്പോയി, മാനസിക സമ്മർദ്ദം താങ്ങാൻ പോയി, അവർ നാട് വിട്ടു. അവരുടെ തിരുവനന്തപുരത്ത് സുഹൃത്തിന്റെ വീട്ടിൽ വന്നു. ഈ വർഷം തന്നെ എത്രയോ പോലീസുകാർ, ഈ വർഷം ജൂണില്, കഴിഞ്ഞ മാസം ജൂണിൽ ആത്മഹത്യ ചെയ്തവരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. വിഴിഞ്ഞം SI കുരുവിള, വണ്ടൻമേട് CPO AG രതീഷ്, കൊച്ചി ഇൻഫോ പാർക്ക് CPO മധു, പോലീസ് അക്കാദമിയിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജിമ്മി ജോർജ്, ആലപ്പുഴ ആംഡ് ബറ്റാലിയനിലെ ഡ്രൈവർ സുധീഷ്. അല്ലേ, 5 പേര്. സ്വാഭാവികമായിട്ടുള്ള ഡൗട്ട്, ഇവരെന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ഇവർക്ക് ജോലി രാജിവെച്ചാൽ പോലെ? അല്ല, മാനസിക സമ്മർദ്ദത്തിനൊരു വേറൊരു ഘട്ടമുണ്ട്. അതായത് ഒരു മെഷേഴ്സും കണ്ടെത്താൻ പറ്റില്ല, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും ഇനി ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ ആത്മഹത്യയുടെ ഒരു ഘട്ടത്തിൽ നമുക്ക് എത്തും. അല്ലെങ്കിൽ പോലീസുകാരനായിട്ട് ഞാൻ വിരമിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു സ്ഥലത്തും ജോലി കിട്ടില്ല എന്നുള്ള തോന്നലായിരിക്കും. അതെ, അതായത് ഇതിന് ശേഷം ഉണ്ടാകുന്ന ഇവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള, അതായത് ആത്മഹത്യയുടെ 3ാം ഘട്ടം എന്ന് പറയുന്ന ഒരു സാധനം വരും. ആ 3ാം ഘട്ടത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരു ഘട്ടമാണ്. തിരിഞ്ഞു നോക്കാനേ സാധിക്കില്ല. ആ സെക്കൻഡിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആ ഘട്ടത്തിൽ ഇടപെടണം. അതായത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളെ മറ്റൊരാൾ കാണണം. മറ്റൊരാൾ കാണുകയോ അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം, ഈ തൂങ്ങാൻ പോകുന്ന കയറ് പൊട്ടി താഴെ വീഴണം. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ പുഴയിലേക്ക് എടുത്ത് ചാടുമ്പോൾ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടണം. ഇതാണ് ഈ പറയുന്ന ഘട്ടം. അവിടെ ആരെങ്കിലും ഒരാൾ പിന്തിരിപ്പിക്കാൻ പറഞ്ഞാൽ അയാളെ മാനസികമായി നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഉണ്ടായ അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇവിടെ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അയാൾ വർക്കലയുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ പേര് ശ്യാമെന്നാണ്. അപ്പോൾ ഈ ശ്യാം ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ വീട്ടുകാർ കണ്ടിട്ട് അയാളെ തിരിച്ചയച്ചു, രക്ഷിച്ചു വിട്ടു. അയാൾ ഇവിടെ വന്നൊരു സുഹൃത്തിനെയും കൊണ്ടുപോയി, 2 പേരും കൂടെ പോയി ആത്മഹത്യ ചെയ്തു. ഞാൻ അറിഞ്ഞു. 2 പേരും കൂടെ പോയി ഇവിടെ ഒരു മരത്തിൽ കയറി തൂങ്ങി. അതാണ് ആത്മഹത്യയുടെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറൊരു കാര്യം ഞാൻ പറയാം. ഒരു ഉദ്യോഗസ്ഥൻ എന്നെ കാണാൻ വരികയുണ്ടായി. അപ്പം അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, വളരെ ഭീകരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് അക്കാദമിയിലെ. ലൈംഗിക ചൂഷണമടക്കം അവിടെ നടക്കുന്നുണ്ട് എന്നൊരു ഉദ്യോഗസ്ഥൻ എന്നോട് പറയുകയുണ്ടായി. ഞാൻ ഞെട്ടലോടുകൂടിയാണ് ഇത് കേട്ടത്. ഞാനിത് കേട്ടിരുന്നു. നമ്മളത് പിന്നീട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും? താങ്കൾ ഇത് പറയാൻ തയ്യാറല്ല, താങ്കളിത് പറയാനും തയ്യാറല്ല, ഇതൊന്നും താങ്കളിത് അറിയിക്കുന്നതുമില്ല, ഒന്നും പറയുന്നില്ല, പിന്നെ എങ്ങനെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഭയം. അദ്ദേഹം എനിക്കിത് പിന്നീട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, സാർ പറഞ്ഞോളൂ, എന്തായാലും ഉള്ള കാര്യങ്ങളാണല്ലോ, സാർ പറഞ്ഞോളൂ, ഞാൻ മുഖം ബ്ലർ ചെയ്തിട്ട് ഞാനിത് അപ്പ് ചെയ്യാം. ശരി, ഞാൻ പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, ഇതെല്ലാം റെക്കോർഡ് ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞു. ഇദ്ദേഹം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം വീണ്ടും എൻ്റെ ഓഫീസിൽ വന്നു. എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞു. കൊടുക്കരുതെന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഇത് എങ്ങനെ കൊടുക്കാതിരിക്കുന്നത്, ഞാൻ ഓഫീസിൽ അറിയിച്ചു കഴിഞ്ഞു, ഇനി കൊടുത്തേ പറ്റൂ. പിന്നീട് അദ്ദേഹം അടുത്ത എന്നോട് വെക്കുന്ന ഓപ്ഷൻ ആത്മഹത്യാ ഭീഷണിയാണ്. താങ്കൾ ഇത് കൊടുത്താൽ ഞാൻ ആത്മഹത്യ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിത് ഇതേ സാധനം തന്നെ അപ്പം തന്നെ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇദ്ദേഹം ഇരിക്കുമ്പോൾ ഞാൻ ഈ ഫോൺ എടുത്തതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വിശ്വസിക്കില്ലല്ലോ. ഞാനിതിന് മേളിൽ പറഞ്ഞാൽ പോലും അവർ വിചാരിക്കും ഇത് എന്താ പെട്ടെന്ന് ഈ വാർത്ത വേണ്ടത്. കാര്യം ടിക്കറി വരെ ഇത് കയറി കഴിഞ്ഞു. ഇനി അരമണിക്കൂർ എങ്ങാണ്ടേ ഉള്ളത് ബ്രേക്ക് ചെയ്യാൻ. അപ്പം ഞാനെന്ന് വെച്ചാൽ ഇൻപുട്ട് ചീഫിനെ വിളിച്ച് കോൾ വെച്ച് ഓണാക്കിയിട്ട് ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം സംസാരിക്കുന്നത് കേൾപ്പിച്ചുകൊണ്ടിരുന്നു സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പിന്നീട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, കൊടുക്കണ്ട, നമുക്കിതൊരു എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹം തോന്നി. കാര്യം അവിടുത്തെ ആ കഥകൾ കേട്ടപ്പോൾ ആത്മാർത്ഥമായിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നി, ഇത് പുറലോകം അറിയണം. കാര്യം ഇത്രയും വലിയ ചൂഷണം നടക്കുന്നു. പിന്നെ ഈ ട്രാൻസ്ഫറിന് വേണ്ടി, അതായത് ജോലിക്ക് ലീവ് എടുക്കാൻ വേണ്ടി വരെ ഇവിടെ ചൂഷണം നടക്കുന്നുണ്ട്. ലീവ് കൊടുക്കാതെ വരെ ഇവിടെ ചൂഷണങ്ങൾ നടത്തുന്നുണ്ട്. പല ഉദ്യോഗസ്ഥരും ഇവിടെ ചൂഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു DYSP ഹരികൃഷ്ണനെ അറിയാമോ? ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു DYSP, വളരെ പ്രമുഖനായിട്ടുള്ള DYSP ആയിരുന്നു. ആരോപണവും അതിനൊപ്പം തന്നെ അദ്ദേഹം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ട്രെയിന് മുന്നിൽ ചാടിയാണ് മരിച്ചത്. ട്രെയിന് മുന്നിൽ ചാടി DYSP ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു സംഭവം ഇനിയുണ്ട്, കണക്കുകൾ, ആത്മഹത്യയുടെ കണക്കുകൾ. 2014 മുതലാണ് ഇത് വ്യാപകമായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. 2014 മുതൽ ഇങ്ങോട്ട്. പിന്നീട് ഇത് പീക്ക് ആവാനുള്ള കാരണമാണ് SHOമാർക്ക് ഇവിടുത്തെ സ്റ്റേഷൻ്റെ ചുമതല വരികയുണ്ടായി. പിന്നീടുണ്ടായി ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു സംഭവം ഉണ്ടോ, നിനക്ക് ലീവ് കൊടുത്തില്ലെങ്കിൽ ഞാൻ തന്തയില്ലാത്തവനാണ്. ഒരു SHO, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ തന്തയില്ലാത്ത സ്വഭാവം നീ കാണിക്കരുത് എന്ന് ഈ SHO ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലീവ് ചോദിച്ചപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടായിരുന്ന വീഡിയോ? തന്തയില്ലാത്തവനാണെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അയാൾ ഇനിയിപ്പോൾ അത് തെളിയിക്കേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇമ്മാതിരി ഇവിടെ വലിയ എന്താ പറയുക, കുറേ പേര്
എന്ത് ചെയ്യുന്നു, ഈ അധികാരത്തിൻ്റെ അത് ഉപയോഗിക്കുന്നു, മറ്റുള്ളവരിലേക്ക് ജോലിഭാരം വരുന്നു. അപ്പോൾ ധനുഷ് പല സ്റ്റേഷനിലും ചെന്നു, ശ്രദ്ധിച്ചാൽ മതി, സിറ്റിയിലെ പല സ്റ്റേഷനുകളിലും ചെന്നു. ഈ സിറ്റിയിലെ പല സ്റ്റേഷനുകളിലും പോലീസ് അസോസിയേഷനെ ഞാൻ കുറ്റം പറയില്ല, അസോസിയേഷനും ഇത് മനസ്സിലാക്കി നടപടി എടുക്കേണ്ട കാര്യമാണ്. അസോസിയേഷൻ ഭാരവാഹികളൊന്നും യൂണിഫോം ഇടത്തില്ല. ശരിക്കും ആരാ യൂണിഫോം ഇടാതെ നിൽക്കാനുള്ള അധികാരം ആർക്കാണെന്നറിയാമോ? സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന് മാത്രമേ. മഫ്തി ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഉള്ളൂ. അത് സ്പെഷ്യൽ പ്രിവിലേജ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യൂണിഫോം ഇടാതെ. ഇവിടെ അസോസിയേഷന്റെ സെക്രട്ടറി, പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരും യൂണിഫോം ഇടത്തില്ലെന്നേ. യൂണിഫോം ഇടാതെ ഇങ്ങനെ നടക്കുക. സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവന്മാരാരാ പോലീസുകാരാരെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. തോന്നുമ്പം വരും, തോന്നുമ്പോഴാണ് വരുന്നത്. ഒരു ബൈക്കൊക്കെ എടുത്ത് തോന്നുമ്പോൾ അവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് അവിടെ ഇരിക്കുന്നുണ്ടോണം. അവിടുത്തെ SHOയ്ക്ക് പോലും ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. SHOയോട് പോലും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്ന ചാർജിലിരിക്കുന്ന ഇൻസ്പെക്ടർക്ക് ഈ ഉദ്യോഗസ്ഥനോട് സമയത്ത് വരാൻ പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവരുടെ ജോലി ചെയ്യാതിരിക്കുമ്പോൾ സാധാരണക്കാരായ ഉദ്യോഗസ്ഥരുടെ മുകളിലേക്ക് എന്ത് ചെയ്യും? ഈ ജോലിഭാരം വരും. പിന്നെ ഇവിടെ നടക്കുന്ന വേറൊരു പരിപാടി പറഞ്ഞുതരാം. ഇവർ ഭരിക്കുമ്പോൾ അസോസിയേഷനകത്ത് വലിയ തലയെടുപ്പോടെ നിൽക്കുന്നവരെ അടുത്ത കോൺഗ്രസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? എടുത്ത് ട്രാഫിക് ഇടും, തൂക്കിയെടുത്ത് ട്രാഫിക് കൊണ്ടിടും. ട്രാഫിക് ഇടുമ്പോൾ എന്താ? ഇവിടെ സുഖസൗകര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ട്രാഫിക്കിൽ കൊണ്ടുകിടന്ന് ഇടും. ഈ ട്രാഫിക് കിടക്കുമായിരിക്കും മറ്റവരുടെ ആൾക്കാർ, അവരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുത്തും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭരണവർഗത്തിനൊപ്പം നിൽക്കുന്നവരെല്ലാം സുഖിച്ചുവായുവാണ്. ബാക്കിയുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം എടുത്ത് ചവിട്ടിക്കൂട്ടി നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ABVPയുടെ ഭാരവാഹിയായിരുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു ഉദ്യോഗസ്ഥൻ ഇൻക്രിമെൻ്റ് തടഞ്ഞിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ. ഇപ്പോൾ SHO റാങ്കാണ്, ഇൻസ്പെക്ടർ റാങ്കാണ്, ക്രമസമാധാന ചുമതലയില്ല. പക്ഷേ എന്തിനാ അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന അറിയാമോ? പിടിക്കാൻ പറ്റാത്ത കേസുകൾ വരുമ്പം ഒരു കാരണവശാലും പ്രതിയെ കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ പോലീസ് അങ്ങേയറ്റം കുഴങ്ങുമ്പം പിടിച്ചുകൊണ്ടുവരും. കാര്യം എന്തോ? തലച്ചോറുണ്ട്, ബുദ്ധിയുണ്ട്, അന്യായ ബുദ്ധിയാണ്. അപ്പം എന്തോ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് എന്താ? എന്നിട്ട് ഞാൻ പല കേസുകളിൽ, ഞാൻ ഈ ക്രൈം കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് പല കേസുകളിൽ ഞാൻ അന്നേരം പുള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ സത്യത്തിൽ ഏത് ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാനിപ്പോൾ തിരിച്ചു ചോദിച്ചു, സാറ് ഏത് ജില്ലയിലാണ് സത്യത്തിൽ ജോലി ചെയ്യുന്നത്? കാര്യം എല്ലാ ക്രൈം ഈ പിടിക്കാൻ പറ്റാത്ത ഊരാക്കുടുക്ക് കേസിലല്ല ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ പല കേസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കൊല്ലത്ത് കേസുകളിൽ കണ്ടിട്ടുണ്ട്, തൃശ്ശൂർ കേസുകളിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല കേസുകളിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവരെ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാനത് ധനുഷിനോട് ഒരിക്കൽ പറഞ്ഞതാണ്, പക്ഷേ അത് പ്രേക്ഷകർ ആ ചർച്ച അധികം കണ്ടിട്ടില്ല. ഇവിടുത്തെ ഒരു വലിയ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ, അത് 10,000 പേരെ ആ ചർച്ച കണ്ടിട്ടുള്ളൂ. ഇത് കൂടുതൽ പേര് കാണുന്നെങ്കിൽ എല്ലാവരും കാണട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി പറയുകയാണ്. ഇവിടുത്തെ സിറ്റി ഷാഡോ എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് ഞാൻ ധനുഷിനോട് പറഞ്ഞു. മിടുക്കനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെ കണ്ടതെന്ന് ഞാൻ ധനുഷിനോട് പറഞ്ഞു. അത് പ്രേക്ഷകരോട് പറയുകയാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടത് ഇവിടെ മുരളീധരന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിന് വന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ വെള്ളക്കുപ്പിയുമായിട്ട് ബാക്കിയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് വേണ്ടി വെയിലത്ത് ഓടിക്കൊണ്ടിരിക്കുക. വെള്ളക്കുപ്പി പിടിച്ചുകൊണ്ട് അതിൻ്റെ ഇതുണ്ടല്ലോ, കവറും പിടിച്ചുകൊണ്ട് ഓടുവാണ്. ഈ ഉദ്യോഗസ്ഥൻ ഈ സിറ്റിയിലെ ഏറ്റവും മികച്ച ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുള്ള സിറ്റി ഷാഡോയിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തോട് പ്രതികാരം വീട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും. ഏതായാലും പിണറായിക്ക് ഒരു തിരിച്ചറിവ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്, പോലീസിൻ്റെ മന്ത്രിയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥ കൂടി അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹത്തിന് പല കാര്യങ്ങളും മനസ്സിലാകില്ല എന്നുള്ള കാര്യം മനസ്സിലാവും. ഏതായാലും ഈ ആകാശ് തില്ലങ്കേരിയൊക്കെ സഹായിക്കുന്നതിനൊപ്പം ഈ പോലീസുകാരെ കൂടിയൊക്കെ കുറച്ച് സംരക്ഷിക്കാൻ ഇവർ തയ്യാറാവണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.